ഡ്രസ്സിന്റെ കടയിൽ നിർത്തിയത്? ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? അതെ, നിലമോക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുക. അത് ഇന്ന് എടുക്കാന്ന് കരുതിയാണ് ഞാൻ വണ്ടി നിർത്തിയത്. അവളോട് സ്നേഹം കൂടി വരുന്നുണ്ടല്ലോ. അതൊന്നും എനിക്കറിയില്ല പ്രീതി. വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നി, അത്ര തന്നെ. പാവം, അവളൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കുട്ടിയല്ലേ. ഇതുവരെ ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എന്ന നിലയ്ക്ക് സൂപ്പർ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചത്. വാ പോവാം. സ്റ്റുഡൻസ്, ഉത്തരക്കടലാസൊക്കെ നോക്കിക്കഴിഞ്ഞു. ഞാൻ പേര് വിളിക്കുമ്പോ ഓരോരുത്തരായിട്ട് വന്നിട്ട് ആൻസർ ഷീറ്റ് വാങ്ങിയിട്ട് പോയിക്കോ. കീർത്തി 38 ഔട്ട് ഓഫ് 50. ഇനി നന്നായിട്ട് പഠിക്കണം. നിതീഷ് 30 മാർക്സ്. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഇത്തവണ കുഴപ്പമില്ല, പക്ഷെ അടുത്ത തവണ ബെറ്റർ ആക്കിക്കൊള്ളണം. എടാ കവിൻ, കാർത്തികിന് കിട്ടിയ മാർക്ക് വരെ കുറവാണെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ അവസ്ഥ? നില 50 ഔട്ട് ഓഫ് 50. ഇതേപോലെ തന്നെ എപ്പോഴും നന്നായിട്ട് പഠിക്കണം. ഓക്കേ മിസ്. രാഹുൽ, നിന്നെ മിസ് വിളിക്കുന്നടാ. കേട്ടടാ. വന്നാട്ടെ സാർ, വാ. ടെസ്റ്റ് പേപ്പറിൽ തന്ന ചോദ്യങ്ങള് നീ അതേപോലെ തന്നെ ഉത്തരക്കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ചെവിക്ക് പിടിച്ചല്ലോ. എനിക്ക് ഇനി 0 ആയിരിക്കോ? അത് പിന്നെ പോട്ടെന്ന് വെക്കാം. ഇത് എന്തുവാടാ? സിനിമാ പാട്ട് എഴുതി വെച്ചിരിക്കുന്നോ? ഞാൻ കണ്ണു അടച്ച് മാർക്കിട്ട് തരുമെന്ന് വിചാരിച്ചോ നീ? ഇനി മര്യാദക്ക് പഠിച്ചിട്ട് വരുമോ? ഞാൻ പഠിച്ചിട്ട് വരാം മിസ്. പോയിട്ടേ അവിടെ ഇരിക്കണ്ട. ബെല്ല് അടിക്കുന്നത് വരെ അവിടെ നിന്നോളണം. ആന മൊട്ടയാ. ദാ പിടി. ചിരിക്കല്ലേ നീ? ചിരി അടുത്ത് നിന്റെ ചെവി പിടിച്ച് മുറുക്കുന്നത് കാണാം. കവിൻ, എന്താ കവിൻ, നീ ഇത്രയും മാർക്ക് വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലല്ലോ. നിലയുടെ അമ്മ പറഞ്ഞതുപോലെ പാട്ടുപാടി പഠിച്ചിട്ടും കയ്യിന്ന് പോയോ? ഇങ്ങ് വന്നേ കവിൻ. പോ, എന്നെ നോക്കിയല്ലേ ചിരിച്ചത്. നിനക്കിപ്പൊ കിട്ടൂടാ, കൺഫേം. അയ്യോ, കൈ തന്നെ. വെരി ഗുഡ് കവിൻ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കവിൻ, നീ നിലയെ പോലെ 50 ഔട്ട് ഓഫ് 50 മേടിച്ചിരിക്കുക. സൂപ്പർ കവിൻ. ഫസ്റ്റ് മാർക്കോ? അതെങ്ങനെ? മൈനസ് മാർക്കുള്ള കിട്ടിക്കൊണ്ടിരുന്നത്. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാ. എങ്ങനെ സംഭവിച്ചത്? എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്ത്.
വാങ്ങണേ. ഓക്കെ? എന്ത് 50 മാർക്കോ? മിസ് ശരിക്കും ചെക്ക് ചെയ്തേ. 0 തിരിച്ചിട്ടതായിരിക്കും ചെലപ്പോ. ഷട്ട് അപ്പ്. നിനക്ക് ഇനിയും വേണോ? നിന്നെ ഞാൻ നിന്റെ അടുത്തിരുന്ന് പഠിച്ചല്ലേ? നോക്ക്, എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കുക. എന്റെ ദൈവമേ, എന്റെ അടുത്ത് ഇരുന്നിട്ടാണോ ഇത്ര മാർക്ക് മേടിച്ചത്? ഇത് സ്വപ്നമാണോ യഥാർത്ഥമാണോ? എടാ കവിൻ, നീ ഇങ്ങനെ ചെയ്തല്ലോടാ. ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? ഞാൻ ഒരു മാർക്കെങ്കിലും വാങ്ങില്ലായിരുന്നോ?